സൈനസൈറ്റിസിന് ഒരു ഗൗരവമുള്ള രോഗമായി കാണാൻ പലർക്കും മടിയാണ്. മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ മഞ്ഞുകാലമെന്നോ വ്യത്യാസമില്ലാതെ മൂക്കുചീറ്റലും കഫത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നടന്നാലും ഈ രോഗത്തെ തീർത്തും ശ്രദ്ധിക്കാറില്ല പലരും. ചെറിയൊരു കഫക്കെട്ടല്ലേ, മാറിക്കോളും എന്ന ചിന്താഗതിയാണ്. പക്ഷെ അധികമായാൽ സൈനസും വില്ലനാകും. അതുകൊണ്ട് തുടക്കത്തിൽ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. എന്താണ് ഈ സൈനസൈറ്റിസ് അഥവാ സൈനസിനുണ്ടാകുന്ന വീക്കം എന്ന് നോക്കാം. മൂക്കിന്റെയും കണ്ണിന്റെയും ചുറ്റിലായി കാണുന്ന വായു അറകളാണ് സൈനസുകൾ. മൂക്കിനുള്ളിലെ മ്യൂക്കസ് പാളിക്ക് നനവ് നൽകുന്നതും ശബ്ദത്തിനു സവിശേഷ കമ്പനം നൽകുന്നതും സൈനസ് ആണ്. ഫ്രോണ്ടൽ, മാക്സിലറി, പെരനോസൽ എന്നിങ്ങനെ സൈനസിന് പല വകഭേദങ്ങളുണ്ട്. സൈനസിന്റെ ലൈനിങ് പാളിക്കുണ്ടാകുന്ന വീക്കം അഥവാ ഇൻഫ്ലമേഷൻ ആണ് സൈനസൈറ്റിസ്. ഏത് സൈനസിനാണ് അണുബാധ എന്നതിനനുസരിച്ചാണ് രോഗലക്ഷണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സൈനസൈറ്റിസിന് 2 തരമാണുള്ളത്, അക്യൂട്ട് ആൻഡ് ക്രോണിക്. ജലദോഷം രൂക്ഷമാകുമ്പോഴുണ്ടാകുന്നത് അക്യൂട്ട് സൈനസൈറ്റിസ്. അതൊരു 4 ആഴ്ചയിൽ താഴെ മാത്രമായിരിക്കും നീണ്ടു നിൽക്കുന്നത്. ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു 12 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കും. അതേസമയം മൂക്കിന്റെ പാലത്തിന് വളവോ മൂക്കിൽ ദശ വളർച്ചയോ ഉള്ളവരിൽ വായുവിന്റെ ശരിയായ ഫിൽറ്ററിംഗ് നടക്കാതെ വരും. തന്മൂലം വായുവിലെ പൊടിയിലുള്ള രോഗാണുക്കൾ മൂക്കിനുള്ളിൽ ഇരുന്ന് പെരുകി സൈനസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അത്തരത്തിലുണ്ടാകുന്ന അണുബാധകൾ സൈനസൈറ്റിസ് ആയി മാറിയേക്കാം. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് വൈറസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ബാക്ടീരിയ, ഫംഗസ്. ഇനി അലർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് അലർജിയോ പൂമ്പൊടി, പൂപ്പൽ, ഇത്തരം അലർജി ഉള്ളവർ. ഇനി ഏതെങ്കിലും പ്രശ്നങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാസൽ പോളിപ്സ് എന്ന് പറയും, അഡിനോയിഡുകൾ, ഇവയൊക്കെയാണ് അതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്.